ഗൂഡല്ലൂർ ടൗണിൽ. അപ്പോൾ നമ്മൾ ഗൂഡല്ലൂർ ടൗണിലാണ് നിൽക്കുന്നത്. ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളൂ അത്തിപ്പാടി എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അത്തിപ്പാടി എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഏകദേശം ഒരു വീടിൻ്റെ അതിമനോഹരമായ സൂപ്പർ വീട്, 2 വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. റോഡിൽ നിന്ന് നേരെ താഴോട്ട് കുറച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്ന രൂപത്തിലാണ് നമ്മളെ കല്ലൊക്കെ പതിച്ച്, നല്ല മുറ്റമൊക്കെ നല്ല കല്ല് പതിച്ച് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇടത് ഭാഗത്ത് നല്ല ഫുള്ള് മതിലൊന്ന് കയറ്റി ഇതാക്കിയാണ്. ഫില്ലറിലാണ് ഈ വീടിൻ്റെ ഏറ്റവും ഉപയോഗങ്ങളുള്ളത്. നല്ല താഴ്ത്തി ഫില്ലർ കൊടുക്കുന്ന രൂപത്തിലാണ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇടഭാഗത്തൊക്കെ നമുക്ക് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നാൽ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാം. മുകൾ ഭാഗത്തേക്ക് നമുക്ക് കയറ്റി കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുക്കുന്ന ആളുകൾക്ക് 2 ഉപയോഗമാണ്. കാരണം നിങ്ങൾക്ക് റെൻറ്റിനൊക്കെ കൊടുക്കണമെങ്കിലും നമുക്ക് വന്ന് ഇവിടെ താമസിക്കാൻ നമ്മുടെ കുറേ ആളുകൾ പുറമെ നിന്ന് താഴെ നിന്ന് കുറേ ആൾക്കാർ വന്നിട്ട് ഈ സ്ഥലങ്ങൾ എടുക്കുന്നുണ്ട്. കാരണം വരുമാനമുള്ള നല്ലൊരു അതിമനോഹരമായ 16 സെൻറ്റ് സ്ഥലം. ഇതിന് നമ്മൾക്ക് റെക്കോർഡിങ്ങിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആധാരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആധാരം എടുക്കുന്ന രൂപത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. 16 സെൻറ്റ് സ്ഥലമാണ് ഈ വീടിൻ്റെ സൈഡ് ഭാഗങ്ങളെ കാണിക്കുന്നത്. ഇതിനെ നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്കാണ് കയറുന്നത്. 4-2 നല്ല മാർബോണേറ്റ്, നല്ല അടിപൊളി മോഡലാണ് വരുന്നത്. ഇതെല്ലാം ജനാലുകളൊക്കെ തടികൾ കൊണ്ടാണ് ജനാലിൻ്റെ വർക്കുകൾ. ഫ്രണ്ടിലെ വാതിൽ വീട്ടിലെ വാതിലാണ്. അങ്ങനെ തുറന്നാൽ ഡൈനിങ് ഹാൾ, നമുക്ക് നല്ല ലിവിങ് ഏരിയ, ആളുകൾക്ക് വന്നിരിക്കാനും നല്ല സൗകര്യത്തിൽ. മുകൾക്കന്നെ ശ്രദ്ധിച്ച് നോക്കൂ, ലൈറ്റുകൾ, ചെറിയ ലൈറ്റുകൾ ഫിറ്റ് ചെയ്ത് നല്ല ലൈറ്റിലാണ് ഇതിൻ്റെ മോഡൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. നല്ല ഹാളാണ്, വലിയ വലുപ്പമുള്ള ഹാൾ. എല്ലാ ഭാഗത്തും മാർബോണ്ടിൻ്റെ നല്ല 4-2 മാർബോണ്ടാണ് ഇട്ടിട്ടുള്ളത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മളതിലേക്ക് കോമൺ ബാത്റൂം ഉണ്ട്. ഓക്കെ, അതിന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. കോമൺ ബാത്റൂം നല്ല സൗകര്യത്തിൽ മുക്കാ ഭാഗം വരെ ഫുൾ ടൈലിട്ട് നല്ല വൃത്തിയുള്ള, അടിഭാഗം നല്ല ക്ലിപ്പുള്ള ഒരു ബാത്റൂം ആണ് ഇത് കാണിച്ചത്. ഡോറുകളൊക്കെ ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഇടത് ഭാഗത്ത് ഫസ്റ്റ് കയറി വരുമ്പോൾ എടുത്ത് ഭാഗത്ത് 2 കട്ടിലിട്ടാണ്. നോക്കിങ്ങൾ എന്തിൻ്റെ സ്പേസും കാര്യങ്ങളും. നല്ല സൗകര്യത്തിൻ്റെ ഭാഗത്ത് വിള്ളലോ പൊട്ടോ ഒന്നുമില്ല. 2 വർഷമായിട്ടുള്ളൂ ഈ വീടിൻ്റെ പണികൾ ഏകദേശം പണി കഴിഞ്ഞു. നമ്മൾ താഴോട്ട് ഇറങ്ങാനുള്ള രൂപത്തിലാണ് ഇതിൻ്റെ കസ്റ്റമർ ഈ വീടിൻ്റെ ആൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ താമസിക്കാൻ പറ്റിയ നല്ല നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നോക്കി അലമാര സെറ്റ് ഇതിന്മേൽ തന്നെ ചെയ്തതാണ് അല്ലേ. നല്ല അടിപൊളി സെറ്റിലാണ് ഇതിൻ്റെ അലമാര മോഡലൊക്കെ ചെയ്തിട്ടുള്ള. എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് മാർബോണേറ്റ് കൊടുത്തത്. അതേമാതിരി മുഖമായിട്ടുള്ള തന്നെയാണ് രണ്ടാമത്തെ റൂമിലേക്ക് കയറിയപ്പോഴും അതേ കാഴ്ചയിലാണ്. നോക്കി നിങ്ങൾ, നല്ല കാഴ്ചയുണ്ട്. നല്ല വലുപ്പത്തിൽ വലിയ 6-6 കട്ടിലിട്ടുണ്ട്. എന്നാലും നോക്കി എല്ലാ സ്പേസ് കാര്യങ്ങളൊന്നുമില്ല. ഭാഗത്തുകളൊന്നും കാണിച്ചു കൊടുത്താൽ ഒരു ഭാഗത്തൊരു കംപ്ലൈൻറ്റുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഫില്ലർ കൊണ്ടാണ് ഇതിൻ്റെ വീട് നിർമ്മാണത്തിൻ്റെ ഒക്കെ ഫുൾ പണികൾ. അതേമാതിരി അടിപ്പണിയൊക്കെ ഫുള്ള് എൻ്റെ മോഡലാണ് എടുത്തിട്ടുണ്ട്. കൂടുതൽ പഴക്കമില്ലാത്ത നല്ലൊരു വീടാണ്. മുകൾ ഭാഗത്തേക്ക് നമുക്കൊരു ഫാമിലിക്ക് വേണമെങ്കിൽ നേരെ റോഡിൽ നിന്ന് നേരെ മുകൾ ഭാഗത്തേക്ക് അടി ടച്ചിങ് ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. നമ്മങ്ങനെ 2 റൂം കണ്ട്. മൂന്നാമത്തെ റൂം അത് 3 റൂമാണ്. 3 റൂം, മൂന്നാമത്തെ മകൻ ഡൈനിങ് ഹാൾ, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇവിടെ നമ്മൾ വാഷ് ബേസ് കൈകാണത് എല്ലാം ഇവിടെ തന്നെ. അതിനൊക്കെ ഒരാൾക്ക് ശല്യമില്ലാത്ത രൂപത്തിൽ നിങ്ങൾ വരാൻ പോകാനൊക്കെ നല്ല സൗകര്യ സ്പേസും കാര്യങ്ങളുണ്ട്. അപ്പോൾ മൂന്നാമത്തെ റൂം ഏത് ആളുകൾ കണ്ടു വന്നാലും ആ 3 റൂമുണ്ടോ ഒക്കെ സൗകര്യമുണ്ടോ എന്നാ നോക്കി നിങ്ങൾ എല്ലാ ഭാഗത്തും വീടിൻ്റെ ഒരു ഭാഗത്ത് വൃത്തികേടില്ല. അങ്ങനെ വൃത്തികേടില്ലാത്ത നല്ലൊരു വീടാണ് 3 റൂം. ഇനി നമ്മൾ ചെല്ലുന്നത് എങ്ങോട്ടാണ്? നേരെ അടുക്കളയിലേക്ക്, കിച്ചണിലേക്കാണ് പോകുന്നത്. ഇതിങ്ങനെ എല്ലാ സ്പേസും കാര്യങ്ങളും. അതേപോലെ മുകൾക്കുള്ള ചെമ്മിനി, ആലുവ അടുപ്പ്, പുകയില്ലാത്ത അടുപ്പ്. ഇതിൽ അവിടെ പ്രത്യേകതയായിട്ട് ഒരു തിണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിനാപ്പത്? വെള്ളം വെക്കാൻ. അപ്പോൾ എല്ലാ സൗകര്യത്തും ഒക്കെ വലിപ്പും കാര്യങ്ങളൊക്കെ ഇതേ മുകളിൽ റാക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാം അതിൻ്റെ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഒരു എന്താ പറയുക, ഏത് സ്ത്രീകളും നല്ല കാണാൻ തന്നെ കാഴ്ചട്ടോ. ഈ ചേച്ചി നല്ല വൃത്തിയിൽ തുടച്ച് വൃത്തിയാക്കി കൊണ്ടുനടക്കുന്ന ചേച്ചിയാണ്. കണ്ട, ഒരു പെണ്ണ് നന്നായാൽ വീട് നന്നാവുന്നതാണ് അല്ലേ. പെണ്ണ് നീ നാശമായി കഴിഞ്ഞാൽ വീട് നാശമായി. അതാണ്. നോക്കി നിങ്ങൾ എന്താണ് കണ്ണാടി ചില്ല് പോലെയാണ്. നമ്മളെ മുഖം നോക്കി തന്നെ നമ്മളെ മുഖം ഇങ്ങനെ കാണും. കണ്ണാടിൻ്റെ ആവശ്യമില്ല. ആകെ തന്നെ ഒരു കാഴ്ചയിൽ. അത് എവിടെ നോക്കി നിങ്ങൾ, നീലഗിരി ഡിസ്ട്രിക്റ്റിൽ നമ്മളെ ഗൂഡല്ലൂരിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളൂ ടൗൺ ഏരിയയിൽ നിന്ന്. അതും എല്ലാം ജ്വല്ലറി, തുണിക്കട എല്ലാം ഉള്ളത്. അത് സ്കൂളൊക്കെ ഇവിടെ തൊട്ടടുത്ത് 1/2 കിലോമീറ്റർ കൂടി ഇല്ല എന്നാണ്. ഇനി പുറത്തോട്ടുള്ള ഒരു സൗകര്യമാണ്.
അടുക്കള ഭാഗത്ത് നിന്ന് നേരെ ബാക്ക് ഭാഗത്തെ സ്പേസ് കാര്യങ്ങൾ കണ്ടോളൂ. നല്ല സൗകര്യത്തിലാണ് ഇതിൻ്റെ മതിലിൻ്റെ പുറത്ത് ഇട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കി ബാക്ക് ഭാഗം പുറത്ത് ഇറങ്ങി വന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറം ഭാഗത്ത് നിന്ന് കണ്ടോളൂ. നമുക്ക് അലക്കിയിടാൻ എല്ലാ സൗകര്യങ്ങളും ഒരു മഴ വന്നു കഴിഞ്ഞാൽ എല്ലാ സൗകര്യത്തിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും. നമുക്ക് ഇന്ന് കൃഷി ചെയ്യാനും ഒഴിച്ചു മാറ്റിയിട്ട് നമുക്കൊരു മണ്ണിൽ കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളും വെച്ചിട്ടുണ്ട്. അതേമാതിരി നേരെ അടിഭാഗത്ത് വരെ ഇതിൻ്റെ നേരെ അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കും. ഇതിൽ വാഴയുണ്ട്, മൂച്ചിയുണ്ട്, പിന്നെ പിലാവുണ്ട്. അതിലൊക്കെ നല്ല ചക്ക നോക്കി നിങ്ങൾ. 16 സെൻറ്റ് സ്ഥലമാണ്. നമ്മൾ ഈ റോഡ് സൈഡിൽ 2 ഭാഗത്ത് കൂടെ റോഡാണ് വരുന്നത്. ഇതിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്ന് ഇതിലൊക്കെ തെങ്ങുണ്ട്, നല്ല പിലാവ് നോക്കി ഇങ്ങനെ അടിപൊളി ചക്ക. ഇതൊക്കെ നല്ല ഇവിടെ ആനശല്യമില്ലാത്തൊരു ഏരിയയും കൂടിയാണ്. ചുറ്റിനും അത് അടിഭാഗമൊക്കെ സീറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ചേർത്തി സീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് പാസ് മുകളിൽ കയറിക്കാണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണക്കാനിടാനൊക്കെ വേണ്ടിയിട്ട് ഇതിൽ ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ടുണ്ട്. നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂം, ഇത് ടോയ്ലറ്റ്, നമുക്ക് ഭാഗത്തിൽ പോകാനുള്ള സൗകര്യം നോക്കാൻ എല്ലാതും നല്ല വൃത്തിയാണ്. അത് കൂടുതലും പഴക്കമില്ലാത്ത ആകെ 2 കൊല്ലം പഴക്കമുള്ളൊരു വീടാണ് ഇപ്പോൾ കാണിച്ചിരുന്നത്. ഇത് ഇവരെ എന്താണ് ഇത് വിൽക്കണമൊക്കെ എന്ന് ചോദിക്കും. പുള്ളിക്കാരത്തിൻ്റെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത് കടം കൊണ്ട് ഒരു ബാധ്യതകളും ചെറിയൊരു ബാധ്യത വിഷയങ്ങളും ആയിട്ടുണ്ടാവും. എന്നാലും ഇതുവരെ അങ്ങനത്തെ ഒരു വേറെ വിഷയങ്ങളോ താമസിക്കാൻ പറ്റാത്ത വിഷയങ്ങളോ ഒന്നുമില്ല. നല്ല ഇവിടെ നിൽക്കണം അലക്കണ കല്ല്. അത് നോക്കി നിങ്ങൾ എന്തതിൻ്റെ പ്രത്യേകത. നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാലും നമുക്ക് മഴ കൊള്ളാത്ത രൂപത്തിൽ നമുക്ക് അലക്കാൻ നല്ല വീതി വലുപ്പത്തിൽ നമുക്ക് അടക്കാൻ തന്നെ സൗകര്യം കിട്ടോ. അത്ര വീതിയിലാണ് ഇതിൻ്റെ കല്ലും ഒക്കെ കൊടുത്തിട്ടുള്ളത്. എല്ലാ ഭാഗം ഒരാൾ പാസിങ് ഇല്ലാത്ത രൂപത്തിൽ മറിച്ച് ഒരു വീട്ടിലേക്ക് കാണാത്ത രൂപത്തിലാണ് ഇതിൻ്റെ കല്ല്. അതിലും വെള്ളത്തിൻ്റെ പൈപ്പുകളും കാര്യങ്ങളും. ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. നോക്കി ഫ്രണ്ടിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തത്. ഇതിൻ്റെ വില നിങ്ങൾക്ക് അറിയണ്ടേ. അതും നല്ല എവിടെയാണ്. അവിടെ ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ. ഏതാണ് നമ്മളെ സ്ഥലം ഇവിടെ അറിയാം? അത്തിപ്പാളി എന്ന സ്ഥലത്താണ്. ആകെ അത്തിപ്പാളി സ്ഥലത്ത് നിന്ന് ആകെ ഒരു ദിവസം 100 മീറ്റർ ഉള്ളൂ. അത്തിപ്പാളി എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഈ വീട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ കാണുന്ന ആളുകളുണ്ടാവും. അത് നമ്മളെ വീട് ആവശ്യമുണ്ടെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് സ്വന്തമാക്കാൻ നോക്കിക്കോളും. 1400 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്. ഇതിൽ കിണർ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. കിണറുണ്ട്. തറവാട്ടിൽ നിന്ന് നേരെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ താഴെ ആ പാടത്താണ് ഇതിൻ്റെ കിണർ കുത്തിയിട്ടുള്ളത്. കാരണം താഴ്ചയുള്ള സ്ഥലത്ത് നിന്ന് നേരെ ഇതിലേക്ക് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇതിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് വെള്ളം ഇതിലേക്ക് വന്ന് കയറും. എല്ലാ സൗകര്യത്തിലടങ്ങിയത് 16 സെൻറ്റ് സ്ഥലം, 1400 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, അമ്പലം, പള്ളി എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായി ഈ വീടിന് ചോദിക്കുന്നത്. വീട് കണ്ടില്ല നിങ്ങൾ? കണ്ടു. അടിപൊളി വീട്. ഈ വീടിന് ചോദിക്കുന്നത് 57 ലക്ഷം രൂപയാണ്. പിന്നെ നെഗോഷ്യബിൾ ആണ്. ചെറുതായിട്ട് നമുക്ക് സംസാരിക്കാം. അത് വന്നോളൂ, എടുത്തോളൂ, സ്വന്തമാക്കാൻ നോക്കിക്കോളൂ. ഓക്കെ.